ഇതുപോലൊരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നഷ്ടം തന്നെ. 2 മുട്ടയിലേക്ക് ഉപ്പും മുളകും ഉള്ളിയിട്ട് ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണേ. ഇനി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഒരു തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണേ. ഇതിലേക്ക് പൊടികളായി നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് മുട്ടയിൽ വെന്ത് കിട്ടി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണേ. ഉപ്പും മുളകും മഞ്ഞളിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കണേ. ഇതെല്ലാം ആയിട്ടുണ്ട്. നമുക്കിതാ അണ്ടിപ്പരിപ്പ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് നേരത്തെ പൊരിച്ച് വെച്ച മുട്ട കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റായ ഒരു കറി തന്നെയാണ് ഇത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.